ഹലോ, ഇറ്റ്സ് മീ ദൃശ്യ. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ നമ്മുടെ വിഷു എത്താറായി. അപ്പോൾ ഇന്ന് നമുക്കൊരു വിഷു സ്പെഷ്യൽ വീഡിയോ ആയാലോ. വിഷു എന്ന് പറയുമ്പം നമുക്ക് ഒഴിച്ചുകൂടാനാവാത്തൊരു സാധനമാണ് കൃഷ്ണവിഗ്രഹം. നമ്മുടെ വിഷുക്കണിയിലെ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് തന്നെ ഈ ഒരു കൃഷ്ണവിഗ്രഹമാണ് അല്ലേ. അപ്പോൾ വീട്ടിൽ പഴയ പഴഞ്ചൻ കൃഷ്ണവിഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എടുത്തു പോന്നോളൂ കേട്ടോ. ഇനി അത് പഴയതാണ്, പൊടി പിടിച്ചതാണ്, പെയിൻറ്റ് പോയതാണെന്നൊന്നും പറഞ്ഞ് ആരും അത് മൂലിക്കിടാൻ നിൽക്കണ്ട. ഒന്ന് പെയിൻ്റ് അടിച്ചെടുക്കാൻ ക്ഷമ ഉണ്ടെങ്കിൽ ആർക്കും ഇതുപോലെ ചെയ്യാം. എത്ര പഴയ വിഗ്രഹമാണെങ്കിലും അത് നമുക്ക് പുത്തം പുതിയതുപോലെ ആക്കിയെടുക്കാം. ഈ കാണുന്ന കൃഷ്ണ വിഗ്രഹത്തിന് ഒരു 10-16 കൊല്ലത്തെ പഴക്കം ഉണ്ടാവും. ഇത് ആക്ച്വലി എൻ്റെ വീട്ടിലത്തെ അല്ല, എൻ്റെ അമ്മേൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലത്തെയാണ്. ഈ ഒരു സെയിം വിഗ്രഹം തന്നെ എൻ്റെ വീട്ടിലും ഉണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും കൂടെ ഒരുമിച്ച് പോയി മേടിച്ചായിരുന്നു. പക്ഷേ എൻ്റെ വീട്ടിലതിന് പശു മാത്രമില്ല, ഇതിന് പശുവും കൂടെ ഉണ്ട്. അങ്ങനെ കുറേ കാലം കഴിഞ്ഞപ്പം ഞാൻ അതിനൊരു മേക്ക് ഓവർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഫോട്ടോ മാത്രമേ ഇപ്പം എൻ്റെ കയ്യിലുള്ളൂ, വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അത് കുറച്ച് മുന്നേ അല്ലേ, അപ്പം അന്ന് പിന്നെ ഞാൻ യൂട്യൂബ് ചാനലും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അല്ലെങ്കിൽ ആ ഒരു മേക്ക് ഓവർ വീഡിയോയും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരുമായിരുന്നു. പക്ഷേ ഞാൻ അതിൻ്റെ ബിഫോർ ആഫ്റ്റർ പിക്സൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ പേർക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പിന്നെ വീട്ടിൽ വരുന്നവരും ചോദിക്കായിരുന്നു നല്ല രസമുണ്ടല്ലോ കാണാമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ കൃഷ്ണവിഗ്രഹം. പക്ഷേ ഇതിപ്പോൾ എൻ്റെ കൂടെ ഇല്ല. കുറച്ചു കാലം മുമ്പേ വീണ് പൊട്ടിപ്പോയി. അത് പൊട്ടിയ സമയത്ത് എനിക്ക് ഭയങ്കര കരച്ചിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നല്ല, നമ്മൾ ഭയങ്കര ഇഷ്ടത്തോടും ഭയങ്കര ഡെഡിക്കേഷനോടും കൂടി ചെയ്തൊരു കാര്യം പെട്ടെന്നൊരു ദിവസം അത് പൊട്ടിപ്പോവാന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആയിരുന്നു അതിനോട്. അതുകൊണ്ട് തന്നെ അപ്പം അതിൻ്റേതായിട്ടുള്ളൊരു ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു. പിന്നെ അത് പൊട്ടിയതിന് ശേഷം ഞങ്ങൾ വേറൊരെണ്ണം മേടിച്ചു. അതും ഇതുപോലെ ഞാൻ മേക്ക് ഓവർ ചെയ്തെടുത്ത് ഉണ്ടായിരുന്നു. പക്ഷെ അത് ഇതുപോലെയല്ല, അതിന് ഞാൻ മൊത്തം ഒരു ആൻറ്റിക് കളർ പെയിൻ്റ് അടിച്ചിട്ട് അങ്ങനെ ഒരു മേക്ക് ഓവറാണ് കൊടുത്തത്. ഈ കാണുന്നതാണ് ആ ഒരു കൃഷ്ണവിഗ്രഹം. ഇത് മൊത്തം ഒരു ബ്ലൂ കളറോ അങ്ങനെ എന്തോ ആയിരുന്നു, ബ്ലൂ ഗ്രീനോ എനിക്ക് ഓർമ്മയില്ല. അപ്പം അതെനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പം അതുകൊണ്ട് ഞാൻ ഒരു മെറ്റൽ പീസ് പോലെ ആക്കിയെടുത്താണ്. നമ്മൾ സാധാരണ കൃഷ്ണവിഗ്രഹമൊക്കെ മേടിക്കുക വിഷു സീസണിലാണ്. അപ്പോൾ നമുക്ക് അത്യാവശ്യം പ്രൈസ് കുറഞ്ഞിട്ട് കിട്ടും. ഈ റോഡ് സൈഡിൽ ഇങ്ങനെ ഒരുപാട് വിഗ്രഹങ്ങളൊക്കെ വെച്ച് വിൽക്കുന്നത് കാണാം. അപ്പം അങ്ങനെ മേടിക്കുമ്പം നമുക്ക് ഒരുപാട് അഫോർഡബിൾ ആയിട്ട് കിട്ടും. ഞാനിപ്പോൾ പെയിൻ്റ് അടിച്ചുകൊണ്ടിരിക്കുന്നതിന് എനിക്ക് തോന്നുന്നു അന്നൊരു ബിലോ 100 ഒരു പ്രൈസ് റേഞ്ചാണ്. പക്ഷേ ഇപ്പം അതിന് അത്യാവശ്യം റേറ്റ് ഉണ്ട്. പിന്നെ ഞാൻ രണ്ടാമത് മേടിച്ചത് ഇതിലും ഭയങ്കര ചെറുതാണ്. പക്ഷേ അതിന് തന്നെ വന്നു 300 സംതിങ് അതിനായിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയുള്ള ഐഡൽസിനൊക്കെ നമ്മളെപ്പോഴും നല്ല പ്രൈസ് കൊടുത്തിട്ട് തന്നെ മേടിക്കണം. പക്ഷേ ഇതുപോലെയൊക്കെ പെയിൻറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മൾ പ്രൈസ് കൊടുത്ത് മേടിച്ച ആ ഒരു ലുക്ക് തന്നെ നമുക്ക് കിട്ടും. പിന്നെ അത് മാത്രമല്ല, നമ്മൾ തന്നെ ഇതുപോലുള്ള വിഗ്രഹങ്ങളൊക്കെ ചെയ്തെടുക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു സന്തോഷം കിട്ടാറുണ്ട്. നമ്മളെ കൈകൊണ്ട് പെയിൻറ്റ് ചെയ്ത ദൈവത്തിനെയാണല്ലോ നമ്മൾ പ്രാർത്ഥിക്കുന്നതെന്നുള്ള ഉള്ളിലൊരു ഫീൽ വരും. ഇതിപ്പോൾ 4ാമത്തെ കൃഷ്ണനെയാണ് ഞാനിങ്ങനെ ചെയ്തെടുക്കുന്നത്. ഒരെണ്ണം എൻ്റെ ഫ്രണ്ടിനും കൂടെ വേണ്ടിയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിപ്പം ലാസ്റ്റ് ചെയ്യുന്ന കൃഷ്ണനാണ്. അപ്പോൾ ഇതിൻ്റെ പെയിൻറ്റിങ്ങിലേക്ക് വരുമ്പം ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ആക്രിലിക് കളേഴ്സാണ്. ഒരു ഷൈനിങ്ങും കൂടെ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനിവിടെ പേൾ കളറാണ് എടുത്തിരിക്കുന്നത്. പിന്നെ പെയിൻറ്റ് ചെയ്യുന്നതിന് മുമ്പേ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം. ഇതിന് അത്യാവശ്യം പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ നന്നായിട്ട് പൊടിയൊക്കെ തട്ടി തുടച്ചിട്ടാണ് എടുത്തത്. പൊടിയൊക്കെ ഉണ്ടെങ്കിൽ പെയിൻറ്റ് പിടിക്കാതെ വരും. ഞാൻ പിന്നെ അതിന് പ്രൈമറൊന്നും കൊടുക്കുന്നില്ല, ഡയറക്റ്റ് പെയിൻറ്റ് അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രൈമർ കൊടുത്തിട്ടും ചെയ്യാം. അപ്പോൾ ഒന്നും കൂടെ ഒരു ഫിനിഷിങ് കിട്ടും. പിന്നെ ഞാനൊരു 2 കോട്ട് പെയിൻറ്റ് കൊടുക്കുന്നുണ്ട് ഇവിടെ. ആ ലോട്ടസിൻ്റെ കളറൊക്കെ ഞാൻ മാറ്റി കൊടുക്കുകയാണ്. ആ വൈറ്റ് ലോട്ടസ് എന്തോ ഒരു ഇംപെർഫെക്ഷൻ തോന്നി.
സോ ഞാനിവിടെ മൊത്തമായിട്ട് പിങ്ക് കളർ കൊടുക്കാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിലും പിങ്ക് കളർ ലോട്ടസിൻ്റെ ഭംഗി വേറെ ഒന്നിനും കിട്ടൂല. ചില സ്ഥലങ്ങളൊക്കെ കണ്ടാൽ നമുക്ക് തോന്നും അവർ പെയിൻ്റ് അടിക്കാൻ മറന്നു പോയതാണ്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഞാൻ കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് ഞാൻ പെയിൻറ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സംഭവിച്ചതാണ്. ഈ ഒരു പെയിൻ്റാണ് ഓർണമെൻറ്റ്സും ഹൈലൈറ്റ്സും ഒക്കെ ചെയ്യാൻ ഞാൻ യൂസ് ചെയ്യുന്നത്. ഈ ഒരു കളർ വന്നിട്ട് മെറ്റാലിക് ഗോൾഡാണ്. ഇത് വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഒരുവിധം എല്ലാ ഭാഗങ്ങളും ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നത്. മൊത്തമായിട്ടൊരു ഗോൾഡൻ ടച്ച് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഇനി പേൾ കളർ ഇല്ലയെന്ന് വിചാരിച്ചിട്ട് വിഷമിക്കേണ്ട. നോർമൽ ആക്രിലിക് പെയിൻറ് യൂസ് ചെയ്തിട്ടും ഇങ്ങനെ ചെയ്യാം. രണ്ടും കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്താൽ നമുക്ക് ഏത് കളറും ഇതുപോലെ പേൾ മെറ്റാലിക് കളേഴ്സ് ആക്കി എടുക്കാൻ പറ്റും. പശുവിനൊക്കെ ഞാൻ വൈറ്റ് പേൾ കളറാണ് കൊടുക്കുന്നത്. ഇനി അതില്ലെങ്കിൽ സിൽവർ മെറ്റാലിക് കളറിൽ കുറച്ച് വൈറ്റ് മിക്സ് ചെയ്താൽ നമുക്ക് സെയിം ഷെയ്ഡ് തന്നെ കിട്ടും. അപ്പം നമ്മുടെ കൃഷ്ണൻ്റെ മേക്ക് ഓവർ ഏകദേശം ഇവിടെ ഫിനിഷായി വരുന്നുണ്ട്. ഞാനൊരു 2 days എടുത്തിട്ടാണ് അത് ഫിനിഷ് ചെയ്തത്. ഇനി നമുക്കിതിനെ കുറച്ചുകൂടെ ഒന്ന് ഭംഗി കൂട്ടാം. നമ്മൾ വിളക്കൊക്കെ കത്തിച്ച് വെക്കുമ്പം ഒരു എക്സ്ട്രാ തിളക്കം വേണമെങ്കിൽ കുറച്ച് മിറേഴ്സും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് കുറച്ചുകൂടെ അതിൻ്റെ ലുക്കൊന്ന് മാറ്റാം. ഞാൻ ആ കിരീടത്തിൻ്റെ അവിടെ കുറച്ച് മിറേഴ്സ് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ എൻ്റെ പൊട്ടിപ്പോയ വിഗ്രഹത്തിന് ബീഡ്സും സ്റ്റോൺസും ഒക്കെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് കുറച്ച് മിനിമലായിട്ടാണ് ചെയ്തത്. അപ്പോൾ ഫൈനൽ ലുക്ക് ഇതാണ്. നിങ്ങളെ വീട്ടിൽ ഇതുപോലെ പഴഞ്ചൻ കൃഷ്ണന്മാരിയ്ക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു മേക്ക് ഓവർ ട്രൈ ചെയ്ത് നോക്കൂട്ടോ. നമുക്കിതുപോലൊരു ന്യൂ ലുക്കാക്കി എടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോനെ കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളതൊക്കെ കമൻറ്റ് ബോക്സിൽ പറയാം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാതെ പോകരുത്, പ്ലീസ് പ്ലീസ് പ്ലീസ്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം വീണ്ടും ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.